ഇന്ന് നമ്മൾ BSOHൻ്റെ യൂണിറ്റ് 1 പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈ ടോപ്പിക്ക് തൊട്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആ ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് 18-19 നൂറ്റാണ്ടുകൾ യൂറോപ്പിലുടനീളം വ്യാപകമായ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെ ബാധിച്ചു. വ്യവസായി സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവത്തോടെ ഫ്യൂഡൽ സമൂഹത്തിന് മാറ്റങ്ങളുണ്ടായി. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറാനായിട്ട് ഇടയായി. ഗ്രേഡ് ഗിൽഡുകളുടെ സ്വാധീനത്തിൽ ഇടിവുണ്ടായി. അതായത് ഗ്രേഡ് ഗിൽഡുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വ്യാപാരികളുടെ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സംഘടന, അതാണ് ഗ്രേഡ് ഗിൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്രേഡ് ഗിൽഡുകളുടെ സ്വാധീനത്തിൽ ഇടിവുകൾ ഉണ്ടായി. അതോടെ മുതലാളിത്ത വികാസത്തിന് ഇടം നൽകി. ഇത് യൂറോപ്യൻ സമൂഹത്തെ ആഴമായിട്ട് തന്നെ ബാധിച്ചു. വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി വ്യാവസായിക തൊഴിലാളികൾ ദാരിദ്ര്യത്തിനും സാമൂഹിക ദുരിതത്തിനും കാരണമായി. ഒരു തരത്തിൽ ഫ്രാൻസിലും ലോകമെമ്പാടും സാമൂഹിക വിപ്ലവത്തിൽ കലാശിച്ചു. ഈ പ്രത്യേക സാഹചര്യങ്ങൾ മാർക്സിനെ സ്വാധീനിച്ചു. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രചനകളിൽ രേഖപ്പെടുത്തി. 1844 ആംഗൽസിൻ്റെ പുസ്തകം വായിച്ചു. വ്യാവസായിക തൊഴിലാളികളുടെ സാഹചര്യത്തെ അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ഇടയായി. മാർക്സും ഏംഗൽസും ഒരു തത്വ ചിന്തകളെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ഇടയായി. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിട്ട് അവർ മാറി. മുൻ വിഭാഗത്തിൽ നമ്മൾ പഠിച്ചതുപോലെ 1847 ലണ്ടനിൽ താമസിക്കുന്ന ഒരു വിപ്ലവകാരായ ജർമ്മൻ തൊഴിലാളികൾ ചേർന്ന ഒരു സമൂഹത്തിൽ മാനിഫെസ്റ്റോ എഴുതാനായിട്ട് മാർക്സിനോട് ആവശ്യപ്പെട്ടു. മാർക്സും ഏംഗൽസും ആ ഗ്രൂപ്പിനെ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പേരിട്ടു. ലീഗിൻ്റെ സിദ്ധാന്തങ്ങൾ സംഗ്രഹിക്കുന്ന ഒരു പ്രകടന പത്രിക തന്നെ എഴുതാനായിട്ട് അവർ തുടങ്ങി. 1848 ജനുവരിയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി. അതിൽ ചരിത്രപരമായ പ്രസ്താവന നടത്തി. തൊഴിലാളി വർഗത്തിന് അവരുടെ ചങ്ങലകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് ജയിക്കാനൊരു ലോകമുണ്ട്. ലോക തൊഴിലാളികളെ ഒന്നിക്കൂ. വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ഉദയവും ക്രമേണയുള്ള ഏകീകരണവും അദ്ദേഹത്തെ ചൂഷണ വ്യവസ്ഥയെ വിമർശിക്കുന്നതിനെതിരെ കൂടുതൽ ബോധവാന്മാരാക്കുകയും വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു കോട്ട് തൊഴിലാളി വർഗത്തിന് അവരുടെ ചങ്ങലകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് ജയിക്കാനൊരു ലോകമുണ്ട്. ലോക തൊഴിലാളികളെ ഒന്നിക്കൂ. അങ്ങനെ പറയുന്ന ആ കോട്ട് അത് ബയോഗ്രഫിക്കൽ സ്കെച്ച് നമ്മൾ പഠിച്ചപ്പം അതിലുള്ളതാണ്. അപ്പം ഓക്കെ, അപ്പോൾ ആ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആ ടോപ്പിക്ക് തീർന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇൻ്റലക്ച്വൽ ഇൻഫ്ലുവൻസസ്. മാർക്സിനെ സ്വാധീനിച്ച ഇൻ്റലക്ച്വൽ ഐഡിയാസിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാർക്സിൻ്റെ റൈറ്റിംഗ്സ് ഓർ കൃതികളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇൻ്റലക്ച്വൽ ഐഡിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെയാണ് ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം. വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഏർലി ഇയേഴ്സിൽ മാർക്സിനെ സ്വാധീനിച്ചതിന് അദ്ദേഹത്തിൻ്റെ കാലത്തെ ജർമ്മൻ തത്വചിന്തയും ആദർശവുമാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ജോർജ് വിൽഹെം ഫ്രീഡ്, റിച്ച് ഹെഗൽ ആൻഡ് ലൂഡ്വിഗ് ഫ്യൂർബാക്ക് എന്നിവരുടെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നോട്ടീസബിൾ ആണ്. ഹെഗലിൻ്റെ ആശയങ്ങളെയാണ് അദ്ദേഹം വിശാലമായി എടുത്തിരിക്കുന്നത്. ഇൻ ജനറൽ സെൻസ് ഐഡിയലിസ്റ്റ് ഫിലോസഫി സാമൂഹിക മാറ്റത്തെ മനസ്സിലാക്കുന്നതിന് കാരണമായ ആശയങ്ങളെ എംഫസൈസ് ചെയ്യുന്നു. കൂടാതെ 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്: തീസിസ്, ആൻറ്റിതീസിസ് ആൻഡ് സിന്തസിസ്. എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ സൊസൈറ്റിയിൽ പ്രബലമായ ആശയങ്ങളിലെ ഒരു രൂപമാണ് തീസിസ്. ഒരു നിശ്ചിത കാലയളവിൽ രൂപപ്പെടുത്തിയ ആശയങ്ങളുടെ വിപരീത കൂട്ടമാണ് ആൻറ്റിതീസിസ്. ഓവർ ടൈം
the thesis and antithesis reconcile in the form of synthesis. കാലക്രമേണ തിസിസും ആന്റിതെസിസും സിന്തസിസിന്റെ രൂപത്തിൽ അനുരഞ്ജനപ്പെടുന്നു. ഇത് സിന്തസിസ് തിസിസായി പ്രവർത്തിക്കുന്നു. പുതിയ തിസിസിനെ എതിർക്കുമ്പോൾ പുതിയ ആന്റിതെസിസ് ഉയർന്നു വരുന്നു. തുടർന്ന് പുതിയ സിന്തസിസ് ഉയർന്നു വരുന്നു. ഈ രീതിയിൽ നോക്കുമ്പോൾ ചരിത്രത്തിലെ പുരോഗതി സംഭവിക്കുന്നത് ഒരു ആശയത്തിനും അതിൻ്റെ വൈരുദ്ധ്യത്തിനും ഇടയിലുള്ള ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയിലൂടെയാണ്. ഇത് ഒരു പുതിയ ഐഡിയാസിൻ്റെ ഉദയത്തിലേക്ക് നയിക്കുന്നു. മാക്സ് ഹെഗലിൻ്റെ ഡയലക്റ്റിക്സ് ഐഡിയാസിനെ എഗ്രി ചെയ്തു. പക്ഷേ ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസോ എംഫസൈസ് ചെയ്യുന്നതിനോടൊന്നും അദ്ദേഹം യോജിച്ചില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഐഡിയാസ്, മാക്സ് ബ്രോട്ട് ഇൻ മെറ്റീരിയൽ ഫോഴ്സസ് ആൻഡ് ഡെവലപ്ഡ് ദി ഐഡിയാസ് ഓഫ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. യൂണിറ്റ് 2-ൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. മുതലാളിമാരും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ് അദ്ദേഹം കണ്ടെത്തി. കൂടാതെ സമൂഹത്തിലെ മാറ്റങ്ങളുടെ ഡയലക്റ്റിക് ഹിസ്റ്ററി അദ്ദേഹം കണ്ടെത്തി. കൂടാതെ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങൾ പരസ്പരം നിരന്തരം കോൺഫ്ലിക്റ്റിലാണെന്ന വീക്ഷണമാണ് ഡയലക്റ്റിക് സമീപനം സ്വീകരിക്കുന്നത്. മുതലാളിത്തത്തിൻ്റെ ബേസിസ് തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നതാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ എക്സ്പ്ലോയിറ്റേഷൻ വർക്കിംഗ് ക്ലാസ്സിന് ഒരു റിവോൾട്ട് നടത്താനും ക്യാപിറ്റലിസത്തെ ഓവർഫ്ലോ ചെയ്യാനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. മാക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു ഫിലോസഫർ ലൂഡ്വിഗ് ഫ്യൂർബാക്കിൻ്റേതാണ്. ഒരു റിയൽ മാൻ ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ഹെഗൽ വിശ്വസിച്ചപ്പോൾ ഒരു റിയൽ മാൻ യഥാർത്ഥ ഒരു റിയൽ മെറ്റീരിയൽസ് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് ഫ്യൂർബാക്ക് വാദിച്ചു. ഫ്യൂർബാക്കിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യർ ദൈവത്തിൻ്റെ പ്രതിച്ഛായ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ അവർക്ക് നേടാൻ കഴിയുന്ന ഐഡിയൽ ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യർ ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് സാധ്യമല്ല. മാക്സിന് ഫ്യൂർബാക്കിൻ്റെ ഐഡിയാസിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് മതത്തിൻ്റെ ഭൗതിക അടിത്തറയിലുള്ള ഊന്നലാണ്. എന്നിരുന്നാലും ഫ്യൂർബാക്ക് മതപരമായ അന്യവൽക്കരണത്തെ സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തണമെന്ന് മാക്സിന് തോന്നി. മാക്സ് തൻ്റെ മെറ്റീരിയലിസ്റ്റിക് വീക്ഷണത്തിൽ ഇത് വിശദീകരിക്കുകയും മതം റിച്ച് ക്ലാസിൻ്റെ സൃഷ്ടിയാണെന്നും അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ സ്വന്തമാക്കിയവരും രാഷ്ട്രീയമായി ശക്തരുമാണെന്നും പ്രസ്താവിക്കുകയും ചെയ്തു. റിലീജിയൻ ഇൻ എ വേ മാസ്ക് ദ എവരിബഡി pain and suffering and justify the same in account of religious ideas. ഈ മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് അത് നമുക്ക് നോക്കാം. സമൂഹത്തിൻ്റെ വിശകലനത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ്. എന്താണ് മെറ്റീരിയലിസം എന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികവാദം റിലീജിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ് മെറ്റീരിയലിസം തേടുന്നത്. ആത്യന്തിക യാഥാർത്ഥ്യം പ്രതിഭാസങ്ങളെ മറികടക്കുന്ന ഒരു മേഖലയിലാണെന്ന സിദ്ധാന്തത്തെയാണ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. മറുവശത്ത് നിൽക്കുന്നതെല്ലാം മെറ്റീരിയലിസവും സയൻറ്റിഫിക് മെറ്റീരിയലിസവും ചരിത്രപരമായ മെറ്റീരിയലിസവുമാണ്. വി ക്യാൻ സ്പീക്ക് ഓഫ് 3 kinds ഓഫ് മെറ്റീരിയലിസം: ഫിലോസഫിക്കൽ, സയൻറ്റിഫിക്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. റിയാലിറ്റിയെക്കുറിച്ചുള്ള മെറ്റീരിയലിസ്റ്റിക് ധാരണയുടെ വെളിച്ചത്തിലാണ് മാക്സ് ചരിത്ര സംഭവങ്ങളെ കണ്ടെത്തിയത്. മാക്സിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൻ്റെ സ്ട്രക്ചറും ഡെവലപ്മെൻറ്റും ആ സൊസൈറ്റിയുടെ മെറ്റീരിയലിസ്റ്റിക് സിറ്റുവേഷനോ എക്കണോമിക് ഫാക്ടേഴ്സോ അനുസരിച്ചാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാക്സ് നൽകിയ ഭൗതികവാദ സങ്കല്പത്തെ ഹെഗലുമായി വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയലിസത്തെ താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഇനി നമുക്ക് നോക്കാം. മാക്സിൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള ഐഡിയാസാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. മെറ്റീരിയലിസം അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ തോട്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം
മാക്സിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സാഹചര്യങ്ങളോ സാമ്പത്തിക ഘടകങ്ങളോ സമൂഹത്തിന്റെ ഘടനയെയും വികാസത്തെയും ബാധിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ അടിസ്ഥാനപരമായി സാങ്കേതിക ഉൽപാദന മാർഗങ്ങൾ ഉൾക്കൊള്ളുന്നു. മനുഷ്യ സമൂഹം ഉൽപാദന ശക്തികളും ബന്ധങ്ങളും ചേർന്നതാണെന്നുമാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിന്റെ തത്വങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ, എക്കണോമിക് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. രണ്ട്, എക്കണോമി ഡിറ്റർമൈൻസ് പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ ഇൻ സൊസൈറ്റി. മൂന്നാമത്തെ, ഇൻസ്റ്റെഡ് ഓഫ് ഐഡിയാസ് എക്കണോമിക് സ്ട്രക്ചർ ഡിറ്റർമൈൻസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സൂപ്പർ സ്ട്രക്ചർ. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രതിഭാസങ്ങളുടെ മെറ്റീരിയലിസത്തിന്റെ ഇന്റർപ്രിട്ടേഷനാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. മനുഷ്യ സമൂഹങ്ങളിലെ പരിണാമത്തെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാർക്സ് കണ്ടെത്തിയതിനാൽ ഇത് ചരിത്രപരമാണ്. സമൂഹങ്ങളെ പരിണാമത്തെ അവയുടെ ഭൗതികതയിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചതിനാൽ ഇത് മെറ്റീരിയലിസം ഓർ എക്കണോമിക്സ് ബേസിസ് ആണ്. എ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി സ്റ്റേറ്റിംഗ് എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ മാർക്സ് തന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം വിശദീകരിച്ചു. അതിനാൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ നിർണയിക്കുന്നത് അവരുടെ കോൺഷ്യസ് അല്ല, പകരം അവരുടെ സോഷ്യൽ എക്സിസ്റ്റൻസ് അവരുടെ കോൺഷ്യസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ലോ, റിലീജിയൻ, എഡ്യൂക്കേഷൻ എന്നിങ്ങനെ സമൂഹത്തിന്റെ മറ്റു വശങ്ങൾ സാമ്പത്തിക ഘടനയാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഉൽപാദന രീതികളുടെ ബേസിസിൽ ഹ്യൂമൻ ഹിസ്റ്ററി 4 ഘട്ടങ്ങളായി തിരിക്കുന്നു: ഏഷ്യാറ്റിക്, ഏൻഷ്യന്റ് ആൻഡ് ഫ്യൂഡൽ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഏഷ്യാറ്റിക്, ഏൻഷ്യന്റ്, ഫ്യൂഡൽ പ്രൊഡക്ഷൻ രീതികൾ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും പരസ്പരം പിന്തുടർന്നു. മുതലാളിത്ത ഉൽപാദനത്തിന് ശേഷം സോഷ്യലിസം ഓർ കമ്മ്യൂണിസം വരും. ഓരോ ഉൽപാദന രീതിയിലും ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശങ്ങളെയും ഉൽപാദന പ്രക്രിയയിൽ ഉയർന്നുവരുന്ന വർഗബന്ധങ്ങളെയും നിർണയിക്കുന്നു. Ancient mode of production is characterized by slavery. Feudal mode of production is characterized by serfdom and capitalist mode of production is characterized by wage earning. അടുത്തതാണ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഈസ് നോട്ട് എക്കണോമിക് ഡിറ്റർമിനിസം. എക്കണോമിക് ഡിറ്റർമിനിസത്തിൻ്റെയോ എക്കണോമിക് കണ്ടീഷൻസ് ആണ് സമൂഹത്തിന്റെ ഡെവലപ്മെന്റിനെ നിർണയിക്കുന്നത് എന്ന വിഷയത്തിൻ്റെയോ വക്താവായി നിങ്ങൾക്ക് മാർക്സിനെ കണക്കാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എക്കണോമിക് ഡിറ്റർമിനിസത്തിൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആണെന്ന് ഇവിടെ കാണും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപാദന രീതിയിൽ പുരുഷന്മാരും സ്ത്രീകളും ജനിക്കുകയോ സ്വമേധയാ പ്രവേശിക്കുകയോ ചെയ്യുന്ന ആധിപത്യത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും ബന്ധങ്ങളായ സാമൂഹിക ഉൽപാദന ബന്ധങ്ങൾ ഉൾപ്പെടുന്നു. അടുത്തതാണ് പൊളിറ്റിക്കൽ എക്കണോമി പെർസ്പെക്റ്റീവ്. രാഷ്ട്രീയ സാമ്പത്തിക വീക്ഷണം മാർക്സിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചർച്ച ചെയ്യുന്നതിന് മുൻപ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ രാഷ്ട്രീയത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഇടയിലുള്ള ഇന്റർഫേസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിൽ രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും ഇതിൽ നിന്ന് വേർതിരിക്കാനാവാത്തതായി കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ പരസ്പരം അഭിസംബോധന ചെയ്യുന്നു. ഉൽപാദനത്തെയും ഉപജീവന മാർഗങ്ങളുടെ കൈമാറ്റത്തെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏംഗൽസ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ വിശദീകരിച്ചത്. എന്നാൽ മാർക്സ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെ ആശയം ചർച്ച ചെയ്തില്ല, മറിച്ച് അതിനെക്കുറിച്ചുള്ള ക്രിട്ടിസൈസ് ഡെവലപ്പ് ചെയ്തു. ഗിഡൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മാർക്സ് നിർദ്ദേശിക്കുന്ന 2 പ്രധാന വിമർശങ്ങളെ പരാമർശിക്കുന്നു. ആദ്യത്തേത് മുതലാളിത്തത്തിന്റെ സവിശേഷതയായ ഉൽപാദന സാഹചര്യങ്ങൾ എല്ലാ തരം സമ്പദ് വ്യവസ്ഥകളിലും
കാണാമെന്ന അടിസ്ഥാന അനുമാനത്തെ ആക്രമിക്കുന്നു. രണ്ടാമത്തെ വിമർശനം സാമ്പത്തിക വിദഗ്ധരുടെ രീതിയെ ആക്രമിക്കുന്നു. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രോഫിറ്റിന്റെ വലിയൊരു ഭാഗവും മുതലാളിമാർ അപഹരിക്കുന്നുവെന്ന് മാർക്സ് വാദിച്ചു. ഉൽപാദന പ്രക്രിയയിലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിലും തൊഴിലാളികൾക്ക് നിയന്ത്രണമില്ല. അവർ ഉൽപ്പാദിക്കുന്നതുമായി ബന്ധപ്പെടാൻ അവർക്ക് കഴിയില്ല. തൊഴിലാളികളുടെ അന്യവൽക്കരണം എന്ന് മാർക്സ് വിശേഷിപ്പിച്ചത് ഇതാണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഓരോ ഉൽപ്പന്നത്തിനും ഉപയോഗമൂല്യം, വിനിമയ മൂല്യം എന്നീ മൂല്യങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ ഉപയോഗമൂല്യം അതിന്റെ ഉപഭോഗത്തിലാണ്. വിനിമയ മൂല്യം എന്നത് ഒരു ഉൽപ്പന്നം കൈമാറ്റം ചെയ്യുമ്പോൾ അതിന്റെ മൂല്യത്തെ സൂചിപ്പിക്കുന്നു. ആഡം സ്മിത്തിന്റെയും ഡേവിഡ് റിക്കാർഡോയുടെയും അഭിപ്രായത്തിൽ ഏതൊരു കമ്മോഡിറ്റിയെയും അതിന്റെ ഉപയോഗത്തിനും വാല്യൂ ഓഫ് എക്സ്ചേഞ്ചിലും വിലപ്പെട്ടതാക്കുന്നു എന്ന് മനുഷ്യന്റെ അധ്വാന ശക്തിയെയാണെന്ന് തിയറി ഓഫ് വാല്യൂ പഠിപ്പിക്കുന്നു. ഇത് മാർക്സിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പിന്നീട് സർപ്ലസ് ലേബറിന്റെയും ആവിർഭാവം വിശദീകരിക്കാൻ അദ്ദേഹം പരിഷ്കരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ചരക്കിന്റെയും ഉൽപാദനത്തിൽ വ്യവസായത്തിന്റെയോ ഫാക്ടറികളുടെയോ മുതലാളി വഹിക്കുന്ന ഹ്യൂമൻ ലേബർ, പിന്നെ റോ മെറ്റീരിയൽ, മിഷനറി എന്നിവയുടെ ചെലവുകൾ ഉൾപ്പെടുന്നു. മുതലാളിമാർ ഹ്യൂമൻ ലേബർ വാങ്ങുകയും അങ്ങനെ ചരക്ക് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ലാഭത്തിന്റെ ഉറവിടമായ മിച്ചമൂല്യം ലഭിക്കുന്നതിന് മുതലാളി ഉൽപാദനം പരമാവധിയാക്കുകയും മനുഷ്യന്റെ അധ്വാന ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ മുതലാളി സർപ്ലസ് നേടുന്നു. ഇതൊരു സാമ്പത്തിക കൺസെപ്റ്റ് ആണെങ്കിലും മുതലാളിയും വ്യവസായിക തൊഴിലാളിയും തമ്മിലുള്ള ആധിപത്യത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും ബന്ധത്താൽ ക്രമീകരിച്ചിരിക്കുന്നു. ഹ്യൂമൻ ലേബറിന്റെ ചൂഷണത്തിന്റെയും ന്യായീകരണത്തിന്റെയും ഉയർന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അന്യവൽക്കരണ ബോധം തൊഴിലാളിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഫലപ്രദമായി വഴി തിരിച്ചുവിടുന്നത് സാമൂഹിക വിപ്ലവത്തിന് വഴിയൊരുക്കുന്നു. അങ്ങനെ മുതലാളിത്തത്തിന്റെ ഉദയത്തെ വിശദീകരിക്കുന്നതിനായി രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെ ചട്ടക്കൂടിനുള്ളിൽ ഉപയോഗമൂല്യം അഥവാ യൂസ് വാല്യൂ, വിനിമയ മൂല്യം അഥവാ എക്സ്ചേഞ്ച് വാല്യൂ, മനുഷ്യന്റെ അധ്വാന ചെലവ് തുടങ്ങിയ ശുദ്ധമായ സാമ്പത്തിക വിഭാഗങ്ങളെ മാർക്സ് പരിഷ്കരിച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത ടോപ്പിക്കാണ് സെൻട്രൽ ഐഡിയാസ്. ലെറ്റ് us discuss some of the important ideas in Marx writings. ഒന്നാമത്തെയാണ് അലൈനേഷൻ അഥവാ അന്യവൽക്കരണം. മാർക്സ് തന്റെ രചനകളിൽ ഉപയോഗിച്ച അലൈനേഷൻ എന്ന ആശയം ഹെഗലിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. വാസ്തവത്തിൽ ഹെഗലിന്റെ അഭിപ്രായത്തിൽ ഐഡിയ യൂണിവേഴ്സൽ ആയിരുന്നു. അതിൽ നിന്നാണ് മനുഷ്യൻ അന്യവൽക്കരിക്കപ്പെട്ടത്, അതായത് അകന്നുപോയി. ലളിതമായി പറഞ്ഞാൽ ഹെഗലിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സ്വന്തം ഐഡിയാസ്, ക്രിയേഷൻസ് ഇവയെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ളതും അന്യവുമാണ്. ഇൻ ദ ലോങ് റൺ വി ഓവർകം ദിസ് അലൈനേഷൻ. മെറ്റാഫിസിക്കൽ അർത്ഥത്തിൽ മനുഷ്യനേക്കാൾ പ്രധാനം ആശയമാണെന്ന് ഫ്യൂർബാക്ക് ഹെഗലിനോട് യോജിച്ചില്ല. ഫ്യൂർബാക്കിന്റെ അഭിപ്രായത്തിൽ ദൈവം എന്ന ഒരു സത്തയിൽ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഉൾപ്രേരണകൾ പ്രദർശിപ്പിച്ചു. മനുഷ്യന്റെ ഈ ബാഹ്യവൽക്കരിക്കപ്പെട്ട വസ്തുനിഷ്ഠമായ സൃഷ്ടി, അതായത് ദൈവം മനുഷ്യനെ സ്വന്തം വിൽപ്പനയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതായി പ്രതിനിധീകരിക്കുന്നു. മാർക്സ് ഹെഗലിന്റെ അലൈനേഷൻ ആശയം അംഗീകരിച്ചപ്പോൾ സ്ഥാപിതീകരിക്കണം ബോധവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയം അദ്ദേഹം നിരസിച്ചു. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം
അലീനേഷൻ എന്നത് തൊഴിലാളികളെ അവരുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നും അവർ വിലമതിക്കുന്ന വസ്തുക്കളിൽ നിന്നും വേർപെടുത്തുന്ന ഒരു വികാരത്തെ ഉൾക്കൊള്ളുന്നു. ഒരു കസേര നിർമ്മിക്കുന്ന ഒരു മരപ്പണിക്കാരന്റെ കാര്യം പരിഗണിക്കുക. പക്ഷേ അത് തനിക്കായി ഉപയോഗിക്കാൻ ആയിട്ട് ആ കസേര കഴിയില്ല. താൻ സ്വയം നിർമ്മിച്ച കസേര വിൽപ്പനയ്ക്കുള്ളതാണ്, പക്ഷേ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് അല്ല. എക്സാമ്പിൾ, ഒരു ഷൂ ഫാക്ടറിയിൽ ഒരു തൊഴിലാളി ഹീൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ അപ്പർ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റൊരു തൊഴിലാളി എല്ലാ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് ഒരു ഷൂ ആയിട്ട് രൂപപ്പെടുത്തുന്നു. ദ വർക്ക് ഓഫ് ഈച്ച് വൺ ഈസ് മെക്കാനിക്കൽ ആൻഡ് നോട്ട് ക്രിയേറ്റീവ്. മാക്സിന്റെ അഭിപ്രായത്തിൽ അലീനേഷൻ 4 തരത്തിലാണ് നടക്കുന്നത്. 1. തൊഴിലാളികൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. 2. തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനം കൂലിക്ക് വിൽക്കുകയും ഉൽപാദന പ്രക്രിയയെ ഉപജീവന മാർഗമായി മാത്രം കണക്കാക്കുകയും ചെയ്യുന്നതിനാൽ അവർക്ക് സ്വന്തം ജോലി പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു. 3. തൊഴിലാളികൾക്ക് സർഗാത്മകതയോ മാനസിക ഇടപെടലോ ഇല്ലാതെ യാന്ത്രികമായി ഉൽപാദനം നടത്തേണ്ടി വരുന്നു. 4. തൊഴിലാളികളുടെ സ്വകാര്യ അധ്വാനം അവരെ സ്വാർത്ഥരും വ്യക്തിത്വമുള്ളവരുമാക്കുന്നു. അവർ പരസ്പരം മത്സരിക്കുന്നു. ഇതവരെ പരസ്പരം അകറ്റുന്നു. അടുത്തത് ക്ലാസ് ആൻഡ് റിലേഷൻസ് ഓഫ് സബോർഡിനേഷൻ, അതായത് കീഴ്വഴക്കത്തിൻ്റെയും വർഗവും ബന്ധവും. സൊസൈറ്റിയെക്കുറിച്ചുള്ള മാർക്സിസത്തിന്റെ വിശകലനത്തിന്റെ റൈറ്റിംഗ്സിൽ വർഗത്തെക്കുറിച്ചുള്ള ആശയം ഒരു കേന്ദ്രബിന്ദു തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു സോഷ്യൽ ക്ലാസ് പ്രൊഡക്ഷൻ പ്രോസസ്സിലും അതുവഴി പ്രൊഡക്ഷൻ റിലേഷൻസിലും ഒരു നിശ്ചിത സ്ഥാനം വഹിക്കുന്നു. മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭത്തിൽ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഭൂമി കൂട്ടായി ഉടമസ്ഥതയിലുള്ളതോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ ഉടമസ്ഥതയിലല്ലാത്തതോ ആയതിനാൽ അതിനെ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയായി കണ്ടു. സ്വത്തിന്റെ ഉടമസ്ഥതയുടെയും അനന്തരഫലമായി വർഗം ഉയർന്നു വരുന്നു എന്നാണ് ഒരു വിശദീകരണം. മാർക്സ് 3 വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട 3 വിഭാഗങ്ങളെ വേർതിരിച്ചു. ഒന്നാമത്തെ എ, ലളിതമായ തൊഴിൽ ശക്തിയുടെ ഉടമകൾ ഓർ പ്രധാന വരുമാന സ്രോതസ് അധ്വാനമായ തൊഴിലാളികൾ. ബി, ലാഭമോ മിച്ചമൂല്യമോ പ്രധാന വരുമാന സ്രോതസ് മൂലധനത്തിന്റെ ഉടമകൾ ഓർ മുതലാളിമാർ. സി, ഭൂമി വാടക പ്രധാന വരുമാന സ്രോതസ്സായ ഭൂ ഉടമകൾ. മാർക്സിന്റെ 2 രചനകളായ റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ജർമ്മനി ആൻഡ് ദ ക്ലാസ് സ്ട്രഗിൾ ഇൻ ഫ്രാൻസ് എന്നിവയിൽ 2 വ്യത്യസ്ത ക്ലാസ് സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് നമുക്ക് കഴിയും. എന്നിരുന്നാലും മറ്റൊരു വിശദീകരണം സൂചിപ്പിക്കുന്നത് ഉൽപാദനോപാധികളുടെ ഉടമസ്ഥതയോടെ 2 വർഗങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ്. ഒന്ന്, അതിന്റെ ഉടമസ്ഥതയിൽ ഉള്ളവർ, അതായത് സർപ്ലസ് സ്വന്തമാക്കുന്ന ബൂർഷ്വാസി മുതലാളിമാർ. അതിന്റെ ഉടമസ്ഥതയിലല്ലാത്തവർ, അതായത് ഇല്ലാത്തവർ. തങ്ങളുടെ അധ്വാന ശക്തി മാത്രം കൈവശം മാത്രം വെച്ചിരിക്കുന്ന തൊഴിലാളി വർഗം. അതിജീവിക്കുന്നതിനായി രണ്ടാമത്തേത് പലപ്പോഴും ആദ്യത്തേതിനെ കീഴടങ്ങുന്നു. അതിനാൽ അവരുടേത് സൂപ്പർ ഓർഡിനേഷനും കീഴ്വഴക്കവും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു ബന്ധമാണ്. അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെട്ടവരും ഉൽപാദനോപാധികളെ നിയന്ത്രിക്കുന്ന മുതലാളിമാരുടെ വർഗമാണ് ബൂർഷ്വാസി വർഗം. അതിൽ തന്നെ എന്ന സങ്കല്പവും നോക്കാം. അതായത് ഉൽപാദനോപാധികളുമായി ഒരേ ബന്ധം പങ്കിടുന്ന എല്ലാവരും ഒരു വർഗത്തിലെ അംഗങ്ങളുടെ ചൂഷണാത്മകമായ സാഹചര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും വിപ്ലവത്തിലൂടെ അത് പരിഹരിക്കാൻ ഒന്നിക്കുകയും ചെയ്യുന്നു. സ്വന്തം വർഗം അവിടെ ഒരു വർഗത്തിലെ അംഗങ്ങൾ തങ്ങളുടെ ചൂഷണാത്മകമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും
വിപ്ലവത്തിലൂടെ അത് പരിഹരിക്കാൻ ഒന്നിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സമൂഹത്തിന്റെ ഓരോ ചരിത്രത്തിലും പുരാതന സമൂഹത്തിൽ യജമാനന്മാരും അടിമകളും, ഫ്യൂഡൽ സമൂഹത്തിൽ പ്രഭുക്കന്മാരും അടിമകളും, മുതലാളിത്ത സമൂഹത്തിൽ മുതലാളിത്ത വ്യവസായികൾ, തൊഴിലാളികൾ എന്നിങ്ങനെ രണ്ട് വിരുദ്ധ വർഗങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയുമെന്ന് മാക്സ് കുറിക്കുന്നു. എന്നിരുന്നാലും മുതലാളിത്ത സമൂഹങ്ങളുടെ ഒരു സവിശേഷതയായി അദ്ദേഹം വർഗത്തെ കാണുന്നു. കാരണം ഇവിടെയാണ് ചൂഷണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നത്. വർഗ സംഘർഷത്തിലൂടെയും വർഗ പോരാട്ടത്തിലൂടെയും നടത്തുന്ന വിപ്ലവത്തിലൂടെ മുതലാളിത്തം അട്ടിമറിക്കപ്പെടുന്നു. സർപ്ലസിന്റെ രൂപത്തിൽ ലാഭമുണ്ടാക്കാനുള്ള മുതലാളിയുടെ തീവ്രമായ ആഗ്രഹമാണ് ചൂഷണത്തിന്റെ കാരണം. ഒടുവിൽ മുതലാളിത്ത ഉൽപാദന രീതി കമ്മ്യൂണിസത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടും. അതിൽ സ്വകാര്യ സ്വത്തിന്റെ നിരോധനവും സ്വയം അന്യവൽക്കരണവും നിർത്തലാക്കപ്പെടുന്നു. അടുത്തതാണ് മീൻസ്, റിലേഷൻസ്, ഫോഴ്സസ് ആൻഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മാർഗങ്ങൾ, ബന്ധങ്ങൾ, ശക്തികൾ, ഉൽപാദന രീതി. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നത് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ ലാൻഡ്, റോ മെറ്റീരിയൽസ്, ടെക്നോളജി. ഇപ്പോൾ ഉൽപാദനോപാധികൾ സ്വന്തമാക്കുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയുണ്ട്. എന്നാൽ ടൂൾസ്, മെഷീനറി ആൻഡ് ടെക്നോളജി എന്നിവ മാത്രം ഉപയോഗിച്ച് ഒന്നും ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല. ഉൽപാദന പ്രക്രിയയ്ക്കായി ഇവയെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഇത് സംഭവിക്കുമ്പോൾ ആളുകൾ പരസ്പരം ഇടപഴകേണ്ടി വരും. ഉൽപാദനത്തിനായി അവർ ഏർപ്പെടുന്ന സാമൂഹിക ബന്ധങ്ങളെ ഉൽപാദന ബന്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഉൽപാദന ബന്ധങ്ങളിൽ ഉൽപാദനോപാധികളുടെ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധവും തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധവും ഉൾപ്പെടുന്നു. ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള ഉൽപാദന ബന്ധത്തിന്റെ സവിശേഷത ആധിപത്യവും ചൂഷണവുമാണ്. അതേസമയം തൊഴിലാളികൾക്കിടയിലുള്ള ബന്ധത്തിന്റെ സവിശേഷത സഹകരണമാണ്. ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ ഉൽപാദന ശക്തികൾ എന്ന് വിളിക്കുന്നു. ഇത് ഉൽപാദന ഉപാധികളുടെയും അധ്വാന ശക്തിയുടെയും സംയോജനമാണ്. ലളിതമായി പറഞ്ഞാൽ ഭൗതിക ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് സംഭാവന ചെയ്യുന്ന എല്ലാ ഘടകങ്ങളെയും ഉൽപാദന ശക്തികൾ എന്ന് വിളിക്കുന്നു. സമൂഹത്തിലെ അംഗങ്ങൾ അവരുടെ നിലനിൽപ്പിനായി ഭൗതിക വസ്തുക്കൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു എന്നതിലൂടെയാണ് സമൂഹത്തിന്റെ സാമൂഹിക ചരിത്രത്തിന്റെ ഓരോ ഘട്ടവും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് മാക്സ് പറയുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടവുമായി ബന്ധപ്പെട്ട ഓരോ ഉൽപാദന രീതിക്കും അതിൻ്റെതായ പ്രത്യേക ഉൽപാദന ബന്ധങ്ങളുണ്ട്. മാക്സ് എക്സ്പ്ലെയിൻഡ് four mode of production: the Asiatic, ancient, feudal and capitalist. Let us understand each mode of production in detail. അത് നമുക്ക് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൂട്ടായി കൈവശം വെച്ചിരിക്കുന്ന പ്രാകൃത സമൂഹങ്ങളാണ്. ഇവിടെ വ്യക്തിഗത ഉടമസ്ഥാവകാശം എന്ന ബോധം ഇല്ല. തൽഫലമാണ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന സങ്കല്പം ഇല്ല. രണ്ടും ഇല്ലാത്തപ്പോൾ ഇതിനെ ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് വിളിക്കുന്നു. ഇനി ഏൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ആദ്യം നോക്കിയത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അടുത്തത് ഏൻഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അടിമത്തത്തെ ഉൽപാദന പ്രക്രിയയുടെ അടിസ്ഥാനമായി കാണുന്നു. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി നാം രണ്ട് വ്യത്യസ്തവും പരസ്പര വിരുദ്ധമായ വിഭാഗങ്ങളെ കണ്ടുമുട്ടുന്നു, അതായത് യജമാനനും അടിമകളും. വലിയ തോതിലുള്ള കാർഷിക രീതിയുടെ ആവിർഭാവം അതിൻ്റെ കാരണമായി കാണാനായിട്ട് കഴിയും. അടിമകളുമായുള്ള യജമാന്മാരുടെ ബന്ധം അടിമത്തത്തിന്റെ സത്തയായി കണക്കാക്കപ്പെടുന്നു. കാരണം അത് ചൂഷണ സ്വഭാവമുള്ളതും യജമാനൻ അടിമകളുടെ കൈവശപ്പെടുന്നതുമാണ്. ഇനി അടുത്ത് നമുക്ക് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ നോക്കാം.
ഫ്യൂഡൽ ഉൽപാദന രീതിയെ പരസ്പരം ശത്രുത പുലർത്തുന്ന രണ്ടു വർഗങ്ങൾ അടയാളപ്പെടുത്തുന്നു. അതായത് ഭൂവുടമകളായ പ്രഭുക്കന്മാരും അവരുടെ കുടിയാന്മാരും അല്ലെങ്കിൽ അവരുടെ സർഫുകളും. സർഫുകൾ നിയമപരമായി സ്വതന്ത്രരല്ലാത്തതിനാൽ അവർക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടു. അതിജീവിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭൂസ്വത്തുകളിൽ ജോലി ചെയ്തിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർ അവരുടെ സർഫുകളിൽ നിന്ന് ഭൂമി പാട്ടത്തിന് പിടിച്ചെടുത്തു. ഇതാണ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട് വിരുദ്ധ വർഗങ്ങളുണ്ട്: മുതലാളിത്തം അഥവാ ബൂർഷ്വാസി, തൊഴിലാളി അഥവാ തൊഴിലാളി വർഗം. ഒരു ഉൽപാദന രീതി എന്ന നിലയിൽ മുതലാളിത്തം ആദ്യം ഉയർന്നു വരുന്നത് യൂറോപ്പിലാണ്. ഇവിടെ മൂലധനമാണ് പ്രബലമായ ഉൽപാദന മാർഗം. തുടർന്ന് സാങ്കേതിക വിദ്യയും ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളുടെ ഉയർച്ചയ്ക്കും ലോകം സാക്ഷ്യം വഹിച്ചു. ലാഭമുണ്ടാക്കുന്നതിനായി തൊഴിലാളി വർഗത്തിന്റെ അധ്വാനത്തിന്റെ ചൂഷണം ചെയ്യുന്ന മുതലാളിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഉൽപാദന മാർഗങ്ങൾ. മാർക്സിന്റെ വീക്ഷണത്തിൽ മുതലാളിത്തം ഒടുവിൽ കമ്മ്യൂണിസത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടും എന്നാണ്. നമ്മൾ ഈ യൂണിറ്റില് മൊത്തത്തില് ഒരു തിരിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ഒരു സമ്മപ്പ് ചെയ്ത് നമ്മൾ പറയാനായിട്ടാണ് പോകുന്നത്. മാർക്സിന്റെ രചനകളിൽ ചെലുത്തിയ പ്രധാന സ്വാധീനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കേന്ദ്ര ആശയങ്ങളെക്കുറിച്ചും ഈ യൂണിറ്റ് ചർച്ച ചെയ്തു. മനുഷ്യ സമൂഹത്തിന്റെ തുടർച്ചയായ പരിണാമഘട്ടങ്ങൾ അടയാളപ്പെടുത്തിയ തുടർച്ചയായ വികസന രേഖയായി ചരിത്രത്തെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയം അക്കാലത്തെ പരിണാമ ചിന്തകളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് ഈ യൂണിറ്റിലൂടെ കഴിയും. അതുപോലെ മെറ്റീരിയലിസത്തിന്റെ വൈരുദ്ധ്യാത്മക പ്രയോഗിച്ചപ്പോൾ ഹെഗലിന്റെ ആദർശവാദത്തിന്റെ വൈരുദ്ധ്യാത്മകതയെ മാർക്സ് പരിഷ്കരിക്കുകയും തലക്കീഴാക്കി മറിക്കുകയും ചെയ്തതായിട്ട് കാണാം. പ്രതിബന്ധത്തിന്റെ മൂലങ്ങളുടെ തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ് അതേപടി തുടർന്നു. പക്ഷേ ഹെഗലിന്റെ ആശയങ്ങളുടെ പുരോഗതിയിൽ നിന്ന് മാർക്സിന്റെ ഉൽപാദന മാർഗങ്ങളുടെ പുരോഗതിയിലേക്ക് അവയുടെ അന്തർലീനമായ സ്വഭാവം മാറുന്നുണ്ട്. അതുവഴി മനുഷ്യ ചരിത്രത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ തുടങ്ങിയ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് നൽകിയ മൂല്യത്തെക്കുറിച്ചുള്ള അധ്വാന സിദ്ധാന്തം, ഉപയോഗമൂല്യം, വിനിമയ മൂല്യം, മിച്ചമൂല്യം എന്നിവയെക്കുറിച്ച് മാർക്സിസ്റ്റ് രചനകളിൽ സ്വാധീനം ചെലുത്തി. വർഗ കീഴ്വഴക്കത്തെ ബന്ധങ്ങൾക്കൊപ്പം മാർക്സ് സർവകലാശാലയുടെ അധ്വാന സിദ്ധാന്തത്തിൽ ഉൽപാദന മാർഗങ്ങൾ, ഉൽപാദന ബന്ധങ്ങൾ, ഉൽപാദന രീതി, ഉൽപാദന ശക്തികൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് ആത്യന്തിക വിശകലനത്തിൽ മുതലാളിത്തത്തിന്റെ ചിത്രം നൽകുന്നു. 18-19 നൂറ്റാണ്ടുകളിലെ വിപ്ലവങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു തത്വചിന്തകനും സാമ്പത്തിക വിദഗ്ധനുമായി മാർക്സിന്റെ രചനകൾ ഇപ്പോഴും സമകാലിക കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിധ്വനിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും.